ആണ്. അത്യാവശ്യം കൊള്ളാം. ഫാമിലിയായിട്ട് വന്നു നിന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് ഇപ്പോൾ മധുര മനോഹര മോഹത്തിന് ശേഷം ഫാമിലിയായിട്ട് വന്ന് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. 2 മണിക്കൂർ ലാഗോ അങ്ങനെയൊന്നും ഇല്ലാതെ നന്നായിട്ട് സിനിമ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലൊരു മൂവി തന്നെയാണ്. കാരണം ലാഗ് അങ്ങനെയില്ല. 2 മണിക്കൂർ 5 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പിന്നെ ഷൈൻ ടോം ചാക്കോ നല്ലൊരു പുള്ളിയെ ഇൻ്റർവ്യൂ നമ്മൾ കാണാം. കാരണം ആ ഒരു ഇത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഡബ്ബിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അച്ഛനോട് ആ പടം എനിക്ക് തോന്നുന്നു 2 സീനിലെന്തോ അവർ ഒന്നിച്ചുള്ളൂ. ആ 2 സീൻ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കോംബോ. കാരണം അവർ ഈ മകൻ ചച്ച സിനിമയിലെ എക്സ്പ്രഷൻ 2 നോക്കി ചിരിക്കുന്നത് ആ ഒരു സാധനമൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ഫൺ എൻ്റർടൈനർ ആണ് ഫുള്ള്. ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഒരു ഫൺ എൻ്റർടൈനറാണ്. ഒരു 2 മണിക്കൂർ വന്ന് ചിരിക്കാനുള്ള ഒരു ഇതാണ്. ഇതുവരെ ഷൈൻ ടോമിനെയും വിനീതനെയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ കണ്ടിട്ടില്ല. സോ അത് പുതിയതാണ്, നല്ലതാണ്. പടം നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈൻ ഫിലിമാണ്. നന്നായിട്ട് ഒരു ഫാമിലിക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണത്. നന്നായിരുന്നു, എല്ലാവരും അഭിനയം നന്നായിരുന്നു. ഷൈൻ ടോം നന്നായിരുന്നു, ചാക്കോക്ക് നന്നായി അഭിനയിച്ചു. എല്ലാവരും കൊള്ളാമായിരുന്നു. സീനിയേട്ടൻ രണ്ടാമത് വന്നതൊക്കെ വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി വിനീത് ശ്രീനിവാസനും വളരെ മികച്ച അഭിനയം കഴിച്ചു. എല്ലാം കോമഡി എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാ കോമഡിയും വർക്കൗട്ടായിട്ടുണ്ട്. ശരി, താങ്ക് യു. കോമഡി സിനിമയാണോ? കോമഡിയാണോ? സീരിയസ് ആണോ? വിനീത് ശ്രീനിവാസൻ സൂപ്പറായിട്ട് നല്ല കോമഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1 ടൈം വാച്ചബിൾ ആണ് ഫിലിം. പിന്നെ ഷൈൻ ടോമിൻ്റെ ഒക്കെ ഒരു നല്ല സീൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഇത്രയും ആർട്ടിസ്റ്റുകളുള്ളതിൻ്റെ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. ഇല്ല, ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ വേറൊരു ഫേസാണ്. ഒരു പക്ക നന്നായിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് യൂഷ്വലി നമുക്ക് അവരെ രണ്ടുപേരെയും സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അത് നല്ല രീതിയിൽ വർക്കൗട്ട്. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പല സീൻസും നമ്മൾ നന്നായിട്ട് പൊടിച്ചിരിപ്പിക്കുന്ന കുറേ സീൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് വന്നതിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സീൻ. വിനീത് ശ്രീനിവാസൻ ഒരു ഫുൾ പാക്കേജ് അല്ലേ. അപ്പം അത് 100% ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു തേരോട്ടം എന്നൊക്കെ പറയാം. ഒരു 1 മാൻ ഷോ ആണ്. പക്ഷേ ഷൈൻ ടോം അതിനോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്ത് അവർ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ഫീൽ ചെയ്തു. നല്ല സിനിമ നല്ലതായിരുന്നു. നല്ലൊരു കോമഡി ത്രൂ ഔട്ട് നല്ലൊരു കോമഡി മൂവിയായിരുന്നു. കോമഡി ക്രൈം സ്റ്റോറി കൊള്ളാം. ആദ്യം കുറച്ചൊരു ലാഗ് തോന്നി, പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം നല്ലതായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ. ശ്രീനിവാസൻ നന്നായിട്ട് പുതിയൊരു ഇതിൽ കണ്ടു. കൊള്ളാം. 2 പേരുടെയും കോംബോ നന്നായിട്ടുണ്ട്. ചുമ്മാ കാശ് വേസ്റ്റായി. കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെയോ കോമഡി പോലെ എന്തൊക്കെ കാണിക്കുന്നു. അത് ചിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല അതിൻ്റെ അകത്ത്. ചുമ്മാ എന്തൊക്കെയോ കോപ്രായങ്ങൾ, ചുമ്മാ മനുഷ്യനെ കയറ്റി ഇരുത്തിയിട്ട് സിനിമ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. വിനീത് ശ്രീനിവാസനൊക്കെ അതപ്പതിച്ചു. സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണി. ഒക്കെ കൊള്ളാം. പടം കൊള്ളാം, കഥ കൊള്ളാം. ഇല്ല വളിപ്പാത്രി ഫുള്ള് ചെളിയാണ്. പിന്നെ കുറച്ച് ലോജിക്ക് പ്രശ്നമുണ്ട്, കുറച്ച് വലിച്ചിലൊക്കെ ഉണ്ട്. ഒരിക്കൽ കാണാം. പെർഫോമൻസ് ഒക്കെ എല്ലാവരും ഓക്കെ. അല്ല, ക്ലൈമാക്സ് പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. നല്ലതായിരുന്നു, ചിരിക്കാം. സൂപ്പർ. നല്ല ഫാമിലി ആയിട്ട് രസിച്ചിരുന്ന കാണത്തക്ക സിനിമ. നന്നായിട്ട് എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല കോമഡി മൂവിയാണ്. ഫാമിലി കൊള്ളാം. കോമഡി സീക്വൻസ് ആണ്. നല്ല കോംബോ ആണ്. വിനീത് ശ്രീനിവാസൻ്റെയും നല്ലൊരു മൂവിയാണ്. കൊള്ളാം. നല്ലൊരു പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. കുറേ നാൾക്ക് കോമഡി ഒരു വെറൈറ്റി മൂവി വിനീത് ശ്രീനിവാസൻ്റെ. നന്നായിട്ട് വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. അത് ഒരു സെക്കൻഡ് പറയട്ടെ. പുറത്തുണ്ട്, താഴത്ത് വന്നത്. ഹലോ, പുറത്തുണ്ട്, താഴത്ത് വന്നത്. ഷൂട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു വൈബ് തന്നെ തിയേറ്ററിലും ഉണ്ടായി എന്നുള്ളതാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ വ്യാഴാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, തിരക്ക് ഫസ്റ്റ് ഷോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇനി നല്ല റെസ്പോൺസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.
സ്ഥിരം വന്ന അണ്ണിയാക്കാം സ്ഥിരം വന്ന അണ്ണിയാക്കാം. അയ്യോ നീ വയ്യ, നമ്മളതൊക്കെ കഴിഞ്ഞതല്ലേ. സിനിമയെ പറ്റിയിട്ട് നല്ല സിനിമ, ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ വളരെ തമാശകരമായിട്ട് ചിത്രീകരിച്ചതിനോടുള്ളൊരു ചെറിയ വിയോജിപ്പുണ്ട്. പക്ഷേ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറുക്കൻ എന്ന പേരും കുഴപ്പമില്ല, അത് ആരാണ് കുറുക്കൻ എന്നുള്ളത് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുറുക്കൻ ഇതായിരുന്നു. പിന്നെ ഞാൻ വിനീത് ശ്രീനിവാസിൻ്റെയും കോമ്പോയിൽ കുറേ കൂടെ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ സിനിമ കാണാൻ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ്. അത്ര തന്നെ അതിനകത്ത് പറയാൻ അത്രയാണ്. താങ്ക് യു. രസകരമാണ്, നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. കാരണം സാധാരണ നമ്മൾ കാണുന്ന വിനീത് ശ്രീനിവാസൻ പടങ്ങൾ ഒരു 90% കോമഡിയാണ്. പക്ഷേ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു പോലീസുകാരുടെ ഇപ്പോഴത്തെ രസകരമായിട്ട് ഇപ്പോൾ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ പടത്തിൽ സാധാരണ ഒരു യൂഷ്വൽ കോമഡി ജോണർ ത്രില്ലർ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ യൂഷ്വൽ കോമഡി ത്രില്ലേഴ്സ് എല്ലാം വന്ന് എൻഡ് ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. നമ്മൾ ചിലപ്പം വിചാരിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, അതിൽ നിന്നൊരു വ്യത്യസ്തത ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ഓൺ ടൈം വാച്ചബിളാണ്. ഒരു ഫ്രഷ്നെസ് ഉണ്ട് പടത്തിൻ്റെ ഒരു കണ്ടൻറ്റിൽ. നമ്മൾ യൂഷ്വലി ചിന്തിച്ച് വരും ത്രില്ലറിലൊക്കെ ചിന്തിച്ച് വരുന്ന ഒരു ക്ലീശ ഇല്ലാതെ ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു കണ്ടൻറ്റാണ്. അതുകൊണ്ട് വാച്ചബിളാണ്, നല്ല പടമാണ്, എനിക്കിഷ്ടപ്പെട്ടു. വിനീത് ശ്രീനിവാസൻ ഗംഭീരമായിട്ടുണ്ട്, അടിപൊളിയാണ്.